ചെങ്ങന്നൂരിൽ നടക്കുന്ന സരസ് മേളയിൽ ഹരിപ്പാട് ആയാപറമ്പ് ഗാന്ധി ഭവൻ സ്നേഹവീട്ടിലെ അന്തേവാസികളായ വയോജനങ്ങൾ എത്തിയത് മഹത്തായ സന്ദേശവുമായാണ്. മക്കളെ, നിങ്ങൾ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തരുത് എന്നതായിരുന്നു ആ സന്ദേശം. മക്കളെ, നിങ്ങൾ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തരുത് എന്നതും മാതാപിതാ ഗുരു ദൈവം എന്നതുമായ സന്ദേശവുമായാണ് ഹരിപ്പാട് ആയാപറമ്പ് ഗാന്ധി ഭവനിലെ അന്തേവാസികൾ ചെങ്ങന്നൂർ സരസ് മേളയിലെത്തിയത്. ക്രിസ്മസ് ആഘോഷത്തിന് മന്ത്രി സജി ചെറിയാന്റെ വസതിയിൽ സ്നേഹവിരുന്നിനെത്തിയ ഗാന്ധി ഭവൻ അന്തേവാസികൾക്ക് മന്ത്രി സജി ചെറിയാൻ നൽകിയ പുതുവസ്ത്രം ധരിച്ച് ഗാന്ധി ഭവനിലെ അച്ഛനമ്മമാർ മന്ത്രിയുടെ ക്ഷണപ്രകാരം സരസ് മേളയിൽ എത്തുകയായിരുന്നു. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള സരസ് മേളയുടെ സംഘാടകർ വയോധികരെ സ്വീകരിച്ചു. ഗാന്ധി ഭവനിൽ നിന്ന് എത്തിയ മക്കള് വീട്ടുകാര് ഉപേക്ഷിച്ച ഗാന്ധി ഭവൻ അമ്മമാരും അച്ഛന്മാരുമായി സ്വീകരിച്ച് സംരക്ഷിക്കുന്ന മാതാപിതാക്കളാണ് നമ്മുടെ സരസ് മേളകളിൽ ഇടപെടുത്തിയത്. അവരുടെ വലിയൊരു സന്ദേശം ഇവിടെ കാണിക്കുക എന്ന ലക്ഷ്യമാണ് ഉള്ളത്. ജാനകിയമ്മ 96 വയസ്സുള്ള ജാനകിയമ്മ എഴുതിയിരിക്കുന്ന മോഡ് മാതാപിതാ ഗുരു ദൈവം. മക്കളെ, മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തരുത്. ഈ 96 വയസ്സുള്ള ജാനകിയമ്മ മുതൽ വളരെയേറെ പ്രായമുള്ള ആരോഗ്യ പ്രശ്നമുള്ള നമ്മുടെ മാതാപിതാക്കൾ എത്തിയിരിക്കുന്ന നാടിനൊരു സന്ദേശം നൽകുകയാണ്. മാതാപിതാക്കളെ മുന്നുപോലെ സംരക്ഷിക്കണമെന്ന് ഒരാഹ്വാനം, ഒരാശയം കൂടെ പറയുകയാണ്. ഈ മാതാപിതാക്കളെ നമുക്കെല്ലാവരും കൈയടിച്ച് അങ്ങനെ ഈ അച്ഛനമ്മമാരുടെ മനസ്സിൽ ഒരിക്കൽ ഗാന്ധി ഭവനിൽ വന്ന ആഘോഷത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഈ അമ്മമാരുടെ മനസ്സിൽ വളരെ ഇടം നേടുകയും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടം വെക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനം ഈ ഇരിക്കുന്ന അച്ഛനമ്മമാരെ സംബന്ധിച്ച് അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അവരുടെ മകനോടൊപ്പമാണ് അവർ ക്രിസ്മസ് ആഘോഷിച്ചത്. അത് ബഹുമാന്യനായ മന്ത്രിയുടെ വീട്ടിലായിരുന്നു. ആ അച്ഛനമ്മമാരെ അന്ന് സന്തോഷിപ്പിക്കുകയും തിരിച്ച് പറഞ്ഞയച്ചപ്പോൾ അദ്ദേഹം ഈ അച്ഛനമ്മമാർക്കെല്ലാം പുതുവസ്ത്രങ്ങൾ വാങ്ങുവാനുള്ള, അവർക്ക് മുഴുവൻ ആളുകൾക്കും വസ്ത്രം വാങ്ങാനുള്ള ഒരു തുക കൂടി ഏൽപ്പിച്ചാണ് ഞങ്ങളെ അയച്ചത്. അത് കഴിഞ്ഞ ദിവസം വസ്ത്രങ്ങളൊക്കെ വാങ്ങിയപ്പോൾ ആ ജാനകിയമ്മ അടക്കമുള്ള അമ്മമാർ പറഞ്ഞു, ഇത് നമ്മൾ എങ്ങനെ അദ്ദേഹത്തെ കാണിക്കും, മോനൊരു സന്തോഷമാകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നമുക്ക് സരസ് മേളയ്ക്ക് അത് ഉടുത്തുകൊണ്ട് തന്നെ പോകാമെന്ന ഒരു വലിയ തീരുമാനം എടുത്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മക്കളാലും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ട് ഏറെ ദുരിതമനുഭവിച്ച് ഗാന്ധി ഭവനിലെ സ്നേഹവീട്ടിലെത്തിയ വയോധികർ പുതുതലമുറയ്ക്ക് നൽകാനുള്ള സന്ദേശങ്ങളാണ് പ്ലക്കാർഡുകളാക്കി സരസ് മേളയിൽ ഉയർത്തിക്കാട്ടിയത്. 96 വയസ്സുള്ള ജാനകിയമ്മ ഉൾപ്പെടെ ആയാപറമ്പ് ഗാന്ധി ഭവൻ ഡയറക്ടർ മുഹമ്മദ് ഷമീറിന്റെ നേതൃത്വത്തിൽ 20ഓളം അംഗങ്ങളാണ് എത്തിയത്. മനസ്സ് നന്നാകട്ടെ, മതമേതെങ്കിലും ആകട്ടെ എന്ന ഗാനം ആലപിച്ച് ബാലാമണിയമ്മ കാണികളുടെ മനം കവർന്നു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ബാലാമണിയമ്മ ഭർത്താവിന്റെ മരണത്തോടെ സ്വയം ഗാന്ധി ഭവനിൽ എത്തുകയായിരുന്നു. ഭിന്നശേഷിക്കാരനായ കൊച്ചുമോന്റെ മിമിക്രിയും ശ്രദ്ധേയമായി. CDNet ന്യൂസ് മാന്നാർ.